മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം എബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് ലെറ്റർ ടു ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 5. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അപകട വസ്തുവാണ് പണം. പണം ഈ ലോകത്തിന് അത്യാവശ്യമാണ്. എന്നാൽ ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ സകലവിധ ദോഷത്തിനും അത് കാരണമാകും. ശരിയായ മാർഗത്തിൽ സമ്പാദിച്ച പണം മാത്രമേ നമുക്കുണ്ടായിരിക്കാൻ പാടുള്ളൂ. ശരിയായ രീതിയിൽ പണം ചെലവഴിക്കുകയും വേണം. പണമാണ് നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്നതെന്ന് നാം ചിന്തിക്കാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. ദൈവമാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതെന്ന് നാം മനസ്സിലാക്കണമെന്ന് ഈ വചനം പറയുകയാണ്. പണം സംഭരിച്ചു വച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവി അപകടത്തിലാണെന്ന് ഒരിക്കലും നമ്മൾ കരുതരുത്. പണത്തിനായി അത്യാർത്തി പ്രകടിപ്പിച്ച ചിലരുടെ ദുരന്തം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഗേഹസി നാമാനോട് കോഴ വാങ്ങിയതിന്റെ ഫലമായി കുഷ്ഠരോഗിയായി തീർന്നു. 30 വെള്ളിക്കാശ് നേടുവാൻ വേണ്ടി ഗുരുവിനെ ഒറ്റക്കൊടുത്ത യൂദാസ് ആത്മഹത്യ ചെയ്തു. സഹകരിച്ച് യാത്ര ചെയ്തു പോകുന്ന കാലത്ത് ലോത്ത് പിതൃ സഹോദരനായ അബ്രാഹാമിനെ കരുതാതെ ഫലപുഷ്ടിയുള്ള സൊദോം ഗോമോറ പ്രദേശം സ്വന്തമാക്കി. അന്ത്യത്തിൽ സകലവും ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. സ്വന്തം കാര്യം ദൈവത്തെ ഭരമേൽപ്പിച്ച എബ്രഹാം ധനത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തില്ല. എബ്രഹാം സംതൃപ്തനായി ജീവിച്ചു. പണത്തിനായുള്ള ആർത്തി നമ്മളെ അസംതൃപ്തരാക്കും. അധികം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തിൽ അന്ത്യമുണ്ടാവുകയില്ല. ഒരു ധനികൻ ദരിദ്രനായ അയൽക്കാരനോട് നിന്റെ നില എത്ര പരിതാപകരമാണെന്ന് പറഞ്ഞു. മറുപടിയായ അയാൾ, അല്ല, എനിക്ക് ആവശ്യത്തിനുള്ള പണമുണ്ട്, എന്നാൽ നിങ്ങൾക്കിതുവരെ മതിയായില്ലല്ലോ എന്ന് പറഞ്ഞു. അമേരിക്കയിലെ കോടീശ്വരനായിരുന്ന ഹവാർഡ് ഹ്യൂസ് പട്ടിണി കിടന്നാണ് മരിച്ചത്. ജീവിച്ചിരുന്നപ്പോൾ സകലരെയും അയാൾ അവിശ്വസിച്ച് ഏകാഗിയായി ജീവിച്ചു. ഒടുവിൽ നരകയാതനകൾ അനുഭവിച്ചു മരിച്ചു. പണത്തിനായി മാത്രം ജീവിക്കുന്നയാൾ ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എന്നേക്കും. ആമേൻ.